رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിപാവനമായ പുണ്യമായ ഈ മസ്ജിദിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ സഹായിച്ചവർ, ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ നമ്മുടെ അയൽക്കാരുൾപ്പെടെ ആരൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയോ അവരെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവസാനം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന നാം ഓരോരുത്തരുടെയും ശിഷ്ട ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാതയിലായി മുന്നോട്ട് നയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗികളായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പള്ളിക്ക് പോലും വരാൻ പറ്റാതെ വീടുകളിലും ആശുപത്രികളിലുമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ത്രീകൾ, പുരുഷന്മാരുൾപ്പെടെ അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഹലാലായ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ സമയത്തിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം കബൂലാക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു മനുഷ്യന് നൽകേണ്ട, അവന്റെ ജീവിതത്തിൽ പുലർത്തേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി അവതരിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഒട്ടും സംശയമില്ലാത്ത ഒന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്ത വരാനും പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെടാത്ത ഒരു സംഗതിയുമില്ല. അത് ഈ ഭൂലോകത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ചാണെങ്കിലും കൃത്യമായി പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് അതിനുള്ള അവബോധം അള്ളാഹു നൽകി എന്നതാണ് യാഥാർത്ഥ്യം. നല്ലതുപോലെ ആദ്യം മുതൽ തന്നെ വിഷയത്തിൽ ശ്രദ്ധിച്ചിരിക്കുക, അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നൽകി. ഇതിലേക്ക് ഇനി പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇനി കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ കുറയ്ക്കലോ ഒന്നുമില്ല. അവസാനം മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്കം ഫത്ഹിന്റെ സമയത്ത് ഹബീബായ തങ്ങള് ഹജ്ജുമായി, നബി തങ്ങൾ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മക്കം ഫത്ഹിന്റെ അന്ന് തൽബിയത്തെല്ലാം പറഞ്ഞ് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കീഴടക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹബീബായ തങ്ങളും സഹാബത്തും മക്കയിലേക്ക് വന്ന് അങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം മക്കയെ കീഴടക്കിയിരിക്കുകയാണ്. ഒരു കാരുണ്യത്തിന്റെ കീഴടക്കൽ. മക്കയിലുള്ള അന്ന് ഏറ്റവും കുറഞ്ഞ കുഫാറുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഹബീബായ തങ്ങളും മക്കയെ
നബിതങ്ങളിലേക്ക് അണച്ച് കൃത്യമായ നീതിബോധം മക്കയിൽ പുലർത്താനായി മക്കയെ കീഴടക്കിയതിനു ശേഷം മക്കയിലേക്ക് വരുമ്പോൾ ചുരുങ്ങിയ കുഫാറുകൾ മാത്രം. അവരോർത്തു ഹബീബായ തങ്ങളെ ഞങ്ങളെ വധിച്ചു കളയും, അല്ലെങ്കിൽ ഞങ്ങളെ ജയിലറകളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ഇടുമൊക്കെ എന്നവരോർത്തു, അല്ലെങ്കിൽ പീഡിപ്പിക്കുമെന്നവരോർത്തു. പക്ഷേ തങ്ങളൊന്നും ചെയ്തില്ല. തങ്ങൾ പറഞ്ഞു, ഇത് രക്തച്ചൊരിച്ചലിന്റെ ദിവസമല്ല, ഇത് മാപ്പിന്റെ ദിവസമാണ്, കാരുണ്യത്തിന്റെ ദിവസമാണ്. കുഫാറുകളുടെ മക്കളായിരുന്നാൽ പോലും അവരോർത്തു ആ മക്കളെ കാണുമ്പോ ഹബീബാനെ തങ്ങൾ അകറ്റുമെന്ന്. പക്ഷേ ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി കാണാം, കുട്ടികൾ മക്കയിൽ അന്നുണ്ടായിരുന്ന കുട്ടികൾ നബിതങ്ങളുടെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ നബിതങ്ങൾ ഓരോ കുട്ടിയെയും നബിതങ്ങളുടെ തോളിലേക്ക് എടുത്തു വെക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ ലാളിക്കുന്നു. എന്നിട്ട് അടുത്ത കുട്ടിയെ വേണമെങ്കിൽ അവരെ അകറ്റാമായിരുന്നു. പക്ഷെ ഇതൊന്നും ഹബീബായ തങ്ങൾ നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നബിതങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന 1,00,000-ഓളം വരുന്ന സഹാബത്തുമായി നബിതങ്ങൾ പോകുന്നത് അറഫ മൈതാനിയിലേക്കാണ്. അറഫ മൈതാനിയിൽ പോയി നബിതങ്ങൾ ഒരു ആയത്തോട് പ്രസംഗിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിന്റെ ദിവസം ഈ ഇസ്ലാം പൂർത്തിയാക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആമുഖം എന്നത് ഇനി ഇസ്ലാമിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ഒന്നുമില്ല. എല്ലാം പരിമിതമായ അളവിൽ ഒരു മനുഷ്യന് നിർബന്ധിത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ അവന്റെ നഫ്സിന് വിശാലമാകുന്ന അല്ലെങ്കിൽ കഴിയാവുന്ന രീതിയിലുള്ള അമലുകൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനും ഹബീബായ തങ്ങളും മുന്നോട്ട് വെച്ചത്. തങ്ങളുടെ ജീവിതം എന്തായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞല്ലോ, ഖുലുഖുഹു വൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആൻ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഓരോ കാര്യങ്ങളെയും എടുത്തെടുത്ത് പറയുന്നതിന്റെ കൂടെ തന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞത് ഇതാണ്: ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിന്റെ കിതാബിൽ ഈ ലോകമുണ്ടായത് മുതൽ അള്ളാഹു നിശ്ചയിച്ചു വച്ചിരിക്കുന്നത് 12 മാസങ്ങളെയാണ്. 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ. ആകാശഭൂമി എന്ന് സൃഷ്ടിച്ചോ അന്ന് മുതൽ തന്നെ പടച്ചറപ്പിന്റെ കിതാബിൽ രേഖപ്പെടുത്തി 12 മാസങ്ങളാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. ഈ 12 മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ അല്ലാഹു മാറ്റി നിർത്തുകയാണ്. 4 മാസങ്ങൾ പവിത്രത ഏറിയതാണ്. അതിൽ അമലുകൾ ചെയ്താൽ ഏറെ പുണ്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു 4 മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന്. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഹബീബായ തങ്ങൾ ഉമ്മത്തിനെ പരിചയപ്പെടുത്തി. ഒന്ന് ദുൽഖഅദ് മാസമാണ്. 4 മാസങ്ങൾ, ആ 4 മാസങ്ങൾ പവിത്രമാണ്. 12 മാസങ്ങളിൽ നിന്ന് 4 മാസം പവിത്രമാണ്. അതിൽ ഒന്നാമത്തേതായി ഹബീബായ തങ്ങൾ എണ്ണി ദുൽഖഅദ് മാസം, ഇത് പവിത്രമാണ്. രണ്ടാമത്തേത് ദുൽഹിജ്ജ മാസം, ദുൽഖഅദിനോട് ചേർന്ന് വരുന്ന ദുൽഹിജ്ജ മാസമാണ്. മൂന്നാമത്തേത് അതിനോട് ചേർന്ന് വരുന്ന മുഹറം മാസമാണ്. നാലാമത്തേത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുഹറമിൽ നിന്ന് തുടങ്ങി അങ്ങനെ ജമാദുൽ ആഖിറാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ജമാദുൽ ആഖിറിലാണ് നാം ഇപ്പോ നിലവിൽ ഉൾക്കൊള്ളുന്നത്. ഇന്ന് 28ആണ്. ജമാദുൽ ആഖിർ 28ാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ ഓൾറെഡി നിലകൊള്ളുന്നത്. നാളെ ശക്കിന്റെ ദിവസമാണ്. പിറ കണ്ടാൽ നാളെ കണ്ടാൽ ഞായറാഴ്ച 1 റജബ് 1. നാലാമതായി ഹബീബായ തങ്ങൾ എണ്ണിയത് പരിശുദ്ധമായ റജബിനെയാണ്. റജബ് പവിത്രതയേറിയതാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നു, റജബുൽ ശഹറുല്ലാഹ്, റജബ് എന്നത് പരിശുദ്ധമായ അള്ളാഹുവിന്റെ മാസമാണ്. ശഅബാനു ശഹരി, ഹബീബായ തങ്ങളുടെ മാസമാണ് ശഅബാൻ എന്നത്. റമദാൻ ഉമ്മത്തി, റമദാൻ മാസം എന്നത് പരിശുദ്ധമായ നബിതങ്ങളുടെ ഉമ്മത്തിന്റെ മാസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 4 മാസങ്ങളെ അല്ലാഹു തആല പരിശുദ്ധമാക്കി 12 മാസങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്നത് പരിശുദ്ധമായ റജബിനെ നാം ആദരിക്കേണ്ടതുണ്ട്.
എന്തിനു വേണ്ടിയാണ് അങ്ങനെ ആദരിക്കുന്നത്? ഇദാ ദഖല റജബു, നബി തങ്ങൾ പറയുകയാണ്, സഹാബത്ത് അതിനെ വാസ്തവീകരിക്കുന്നു. പരിശുദ്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞങ്ങളും റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചാൽ ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, ഇദാ ദഖല റജബു, റജബ് ഞങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ, പടച്ചവനെ റജബിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വ റജബിൻ വ ശഅബാൻ, തീർന്നില്ല, ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ നാദാ. വ ബല്ലിഗ്നാ റമളാൻ, അങ്ങനെ ഈ 2 മാസങ്ങളിൽ പരിശുദ്ധമായ റജബ് പവിത്രമേറിയ അല്ലാഹു 4 മാസങ്ങളെ പവിത്രമേറിയതായി എണ്ണി പറയുന്നതിന്റെ കൂടെ തന്നെ 4ാമതായി അല്ലാഹു എണ്ണിയത് പരിശുദ്ധമായ റജബിനെയാണ്. ആ റജബിലേക്ക് നാം നാളെ സമാഗതമാകുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് വരേണ്ട ഒരു വാക്ക് അല്ലാഹ്. പരിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞോ അതിനെ പറയലാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റജബിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്താണ് ബറക്കത്ത്? ഓരോ ചരിത്രങ്ങളും ഓരോ ഹദീസുകളും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഓരോ പാഠങ്ങളും നമ്മൾ പഠിക്കുമ്പോ ബറക്കത്ത് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തെ അല്ലാഹു ഖുർആനിൽ എടുത്തെടുത്ത് പറഞ്ഞു. അവരുടെയൊക്കെ ജീവിതം വളരെ പ്രയാസമേറിയതായിരുന്നു. പക്ഷേ പ്രയാസത്തിന്റെ കൂടെ തന്നെ അല്ലാഹു വിവരിച്ചു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ഓർക്കപ്പെടുന്ന, കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിന്റെ അവസ്ഥയിലാണ്, ഒരു കാലത്തിന്റെ നടുവിലാണ് നാം ഉള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? വജഅലനി മുബാറകാ, ഈസാ നബിയെ അല്ലാഹു എല്ലായിടത്തും ബറക്കത്തുള്ളതാക്കി മാറ്റി. ഐനമാ കുന്തു, എവിടെയായിരുന്നാലും ഈസാ നബിക്ക് ഒരു ബറക്കത്തുണ്ട്. വഔസാനി ബിസ്സലാ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ 3 കുട്ടികളാണ്. അതിൽ പ്രധാനമായുള്ളത് പരിശുദ്ധനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. കാരണം പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള ബറക്കത്ത് ലഭിച്ച കുട്ടിയാണ് മറിയമിന്റെ മകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ റജബിലേക്ക് കടക്കുമ്പോൾ ആ മാസത്തിനെ പറ്റി ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് പവിത്രതയേറിയ ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരമല് ചെയ്താൽ അതിന്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ റമളാനിന് തൊട്ടു മുമ്പുള്ള മാസമാണ് ശഅബാൻ, അതിനു മുമ്പ് റജബ്. ഈ റജബിൽ വിത്തിറക്കിയാലേ നിങ്ങൾക്ക് റമളാനിൽ അതിന്റെ ഫലം കൊയ്യാൻ പറ്റൂ. ഹബീബായ തങ്ങൾ പറയുന്നു, റജബ് വിത്തിറക്കേണ്ട മാസമാണ്. ആ വിത്തിനെ, ഇറക്കിയ വിത്തിനെ നിങ്ങൾ നനച്ചു കൊടുക്കേണ്ട മാസമാണ് ശഅബാൻ. നിങ്ങൾ വിളവെടുക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? പരിശുദ്ധമായ റമളാനിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഈ റജബിൽ ഒരുപാട് പോരിശകളുണ്ട്. ഏറ്റവും വലിയ പോരിശ, എന്റെ പ്രസംഗം കഴിയും, അതിനുശേഷം ഞാൻ ഖുത്ബയ്ക്ക് കയറും, അതിനുശേഷം ജീവിതത്തിൽ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമായ ഇബാദത്താണ് നിസ്കാരം എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ലല്ലോ. സ്വർഗത്തിന്റെ താക്കോലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ താക്കോൽ നിസ്കാരം മാത്രമാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ നമസ്കാരം ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു നൽകുന്ന മാസമാണ്, അല്ലാഹു തെരഞ്ഞെടുത്ത മാസമാണ് റജബ്. ഹബീബായ തങ്ങൾക്ക് 2 ദുഃഖങ്ങൾ അടുപ്പിച്ചു വന്നു, താങ്ങാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾക്ക് വല്ലാത്ത ദുഃഖം വന്നു. ആ ദുഃഖത്തിന്റെ സമയത്ത്
അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഒരു യാത്ര ചെയ്യിപ്പിക്കുകയാണ്. ഏതാണ് ആ യാത്ര? അള്ളാഹു 2 ബറക്കത്തുള്ള സ്ഥലത്തിൽ നിന്ന് അള്ളാഹിന്റെ റസൂലിനെ ഒരു യാത്ര ചെയ്യിപ്പിച്ചു. ആ യാത്രയാണ് ഇസ്രാ എന്നത്. പരിശുദ്ധമായ സൂറത്ത് ബനൂ ഇസ്രായീലിന്റെ തുടക്കത്തിൽ അള്ളാഹു ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തി, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹിന്റെ അടിമയെ ഒരു യാത്ര ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ് എങ്കിൽ ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ സ്വർണ്ണ കുബ്ബയായിരിക്കും വരിക. എന്നാൽ അതല്ല മസ്ജിദുൽ അഖ്സ. ആ സ്വർണ്ണ കുബ്ബ അടങ്ങുന്ന ആ മസ്ജിദ് അല്ല മസ്ജിദുൽ അഖ്സ. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്നു. നിങ്ങൾ കാണുന്ന ആ സ്വർണ്ണ കുബ്ബയുള്ള സ്ഥലം എന്ന് പറയുന്നത്, അവിടെ നിന്നാണ് ഹബീബായ തങ്ങളെ മിഅ്റാജ് ചെയ്യിപ്പിക്കുന്നത്. ഖുബ്ബത്തു സഖറ എന്ന് പറയുന്ന അതിന്റെ മുകളിലുള്ള കുബ്ബയാണ് ഇപ്പൊ ഓരോ ഫോട്ടോയിലും. ഇപ്പോൾ നിങ്ങൾ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്നടിച്ചാൽ ആദ്യം വരുന്നത് അതായിരിക്കും. നിങ്ങൾ പ്രത്യേകം ഇനി ഫോണോ മറ്റോ ഉള്ളവര് സെർച്ച് ചെയ്യുമ്പോൾ മസ്ജിദുൽ അഖ്സ എന്ന് സെപ്പറേറ്റ് ആയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അള്ളാഹിന്റെ റസൂലിന്റെ പുറകിൽ നിസ്കരിപ്പിക്കാൻ എല്ലാ പ്രവാചകന്മാരെയും ഇസ്രാഇന്റെ ദിനത്തിൽ അള്ളാഹു കൊണ്ടുവന്നത്. ആ ഇസ്രാ നടന്ന മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റജബിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരു മനുഷ്യൻ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ഇബാദത്ത് കൊണ്ട് കഴിയുമെങ്കിൽ അതൊന്നുകൊണ്ടേ കഴിയുമുള്ളൂ. അത് പരിശുദ്ധമായ അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകിയ നബിതങ്ങൾ പോയി കാണുന്നു. ആർക്കും പ്രവേശനമില്ലാത്ത ഒരു കവാടത്തിന്റെ അപ്പുറത്തേക്ക് ആർക്കുപോലും മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിന് മുഖറബ് എന്ന് പേര് വരാനുള്ള ഒരു കാരണം പടച്ചറബിനോട് അടുത്ത മലക്ക് എന്നുള്ളത് കൊണ്ടാണ് മുഖറബ്, ഏറ്റവും അടുത്തത് എന്നുള്ള ആ പദം ജിബ്രീലിന്റെ കൂടെ വരാൻ കാരണം അലൈഹിസ്സലാം. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും കടക്കാൻ പാടില്ലാത്ത ഒരു, പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തിലേക്ക് ഒരു അടിമയെ അള്ളാഹു പ്രവേശിക്കുന്നു. ആ അടിമയാണ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആമിനയുടെയും അബ്ദുള്ളയുടെയും പൊന്നുമോൻ, കരളിന്റെ കഷ്ണം, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ അള്ളാഹുവിനോട് പോയി സംസാരിച്ച് അവസാനം പിരിയാൻ നേരത്ത് പറയുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ഉമ്മത്തിനായി ഞാനൊരു സമ്മാനം നൽകുന്നുണ്ട്. ആ സമ്മാനമാണ് പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ സ്വലാത്ത്, നിസ്കാരം എന്നത്. ആ നിസ്കാരത്തെ അള്ളാഹു നൽകിയ മാസമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് വരുമ്പോ മുഅ്മിനിന്റെ മനസ്സിൽ ഒരു ആനന്ദം ഉണ്ടാകണം. കാരണം വരവേൽക്കാൻ പോകുന്ന മാസം പരിശുദ്ധമായ ശഅബാനാണ്. വരവേൽക്കാനിരിക്കുന്ന മാസം പരിശുദ്ധമായ റമദാനാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും റമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ ആഫിയത്തോടെ എത്തിക്കുമാറാകട്ടെ. ആഫിയത്തില്ലാതെ എത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ചോദിക്കുമ്പോൾ അങ്ങനെ നിന്ന് ചോദിക്കണം, പടച്ച റബ്ബേ ആഫിയത്തോടെ റമദാനിലേക്ക് എത്തിക്കണേ. കാരണം ആഫിയത്ത് ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് പിടിക്കാൻ പറ്റുമോ? നോമ്പ് പിടിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ റജബിലും ശഅബാനിലും നാം റമദാനിലേക്ക് എത്തിക്കാനായി ദുആ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം, പടച്ചവനെ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കണം. ഈ മാസങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി. റജബിൽ വിത്തിറക്കുക, ശഅബാനിൽ അതിനു വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക, റമദാനിൽ നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക. മനസ്സില് പല കുശുമ്പുകളും പല വൃത്തികേടുകളും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ അള്ളാഹു അതെല്ലാം പുറത്തു തരാൻ നമുക്ക് ബാധ്യസ്ഥനാണ്. അള്ളാഹിന്റെ റസൂല് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കുന്ന സമയത്ത് ജിബ്രീലിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ജിബ്രീലെ, വല്ലാത്ത വിഷമത്തിലാണ് ജിബ്രീലെ, എന്തെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കുന്ന കാര്യം പറയൂ. അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു തുടങ്ങുമ്പോ ഇത്രയും വേദനയാണോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ജിബ്രീലിനോട്
അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് സന്തോഷിപ്പിക്കൂ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, അള്ളാന്റെ നബിയെ, അങ്ങയുടെ ഉമ്മത്തിനായി അള്ളാഹു ഒരു ഓഫർ നൽകിയിട്ടുണ്ട് നബിയെ. അത് കേട്ടപ്പോ നമ്മുടെ കരളിന്റെ കഷ്ണം പുഞ്ചിരിച്ചു വന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത് ജിബ്രീൽ? നബിയെ, അങ്ങയുടെ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന ഒരു ഓഫർ, അവര് മരണപ്പെടാൻ കിടക്കുന്ന സമയത്ത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് അവര് തൗബ ചെയ്താൽ അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയും അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. നബി തങ്ങളോട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മലക്കാണ് ജിബ്രീൽ. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് ജിബ്രീലിനെ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനെയും എല്ലാ മലക്കിനെയും മുസാഫഹത്ത് ചെയ്യുന്ന മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റമദാൻ. ആ റമദാനിലെ പുണ്യമായ ഒരു ദിവസം 1000 മാസത്തേക്കാൾ ഉത്തമവും ആ രാത്രിയിൽ വാനലോകത്ത് നിന്ന് അമീറായി വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇഅ്തികാഫിരിക്കുന്ന ആളുകളുടെ അടുത്ത് വന്ന് മുസാഫഹത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു മരണപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 2 മാസം കൊണ്ട് ആരൊക്കെ അവിടേക്ക് എത്തുമെന്നറിയില്ല. എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യുക, പടച്ചവനെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്ത് പുണ്യമായ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന്. അതുകൊണ്ട് കൃത്യമായി എപ്പോഴും പ്രവാചകന്മാരുടെ ദുആ തന്നെ ഇതായിരുന്നു, ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണം. ബറക്കത്തുണ്ടെങ്കിലും അള്ളാഹു പരീക്ഷിക്കും, അത് വേറൊരു കാരണം. പല രീതിയിലും പടച്ചറപ്പ് പരീക്ഷിക്കും. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് വിരമിക്കാം. ബദറിലേക്ക് അള്ളാഹിന്റെ റസൂല് പോയി. 313 സഹാബത്തുണ്ടായിരുന്നു. ശത്രുക്കൾ 1000 ആയിരുന്നു. 1000-ഓളം വരുന്ന ശത്രുക്കൾ. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറക്കി ആ രണഭൂമിയിൽ അള്ളാഹു സഹായിച്ചു. ഇസ്ലാമിന്റെ വെണ്ണിക്കൊടി, വിജയത്തിന്റെ വെണ്ണിക്കൊടി അവിടെ പാർപ്പിച്ചു. എല്ലാവരും സന്തോഷത്തിന്റെ അവസ്ഥയിലാണ്. പക്ഷേ നബിതങ്ങൾ പോകുമ്പോ നബിതങ്ങളുടെ മകള് റുഖിയ ബീവി റളിയല്ലാഹു അൻഹ അസുഖത്തിലായിരുന്നു. നമ്മുടെ ഈ നാട്ടിലൊക്കെ 5-ാം പനി എന്ന് പറയുന്നതൊക്കെ പോലെ ഹസ്ബാ എന്ന് പറയുന്ന ഒരു രോഗത്തിന് അധീനയായിരുന്നു റുഖിയ ബീവി. നബിതങ്ങൾ യുദ്ധം കഴിയുമ്പോൾ നബിതങ്ങൾ തിരികെ നാട്ടിലേക്ക് വരികയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ ആദ്യമായി വിജയത്തിന്റെ കാര്യം മദീനയിലേക്ക് പറയാൻ അയച്ച 2 സഹാബാക്കളുണ്ട്. ഒന്ന് അബ്ദുല്ലാഹ് ബിൻ റവാഹയാണ്. മറ്റൊരു സഹാബിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ അബ്ദുല്ലാഹ് ബിൻ റവാഹ ബദറിൽ നമ്മൾ ജയിച്ചു എന്ന് പറയാനായി ആദ്യമായി മദീനയിലേക്ക് വരുമ്പോ ആദ്യം കാണുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറയുന്ന മരുമകൻ. നബിതങ്ങളുടെ മകളായ റുഖിയ ബീവിയെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ പുന്നാര മകളായ റുഖിയ ബീവിയെ മറമാടുന്നതാണ് കണ്ടത്. അവിടെ യുദ്ധം ചെയ്യുമ്പോ ഇവിടെ മകളുടെ റൂഹിനെ എടുത്തു. ഒരു സന്തോഷം അള്ളാഹു കൊടുത്തപ്പോ അള്ളാഹു ഒരു പരീക്ഷണവും കൊടുത്തു. എല്ലാവരും സന്തോഷത്തിലായി. ജയിച്ചല്ലോ, യുദ്ധം ജയിച്ചല്ലോ. ആദ്യമായി ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ച ഏറ്റവും ചുരുങ്ങിയ സംഘമായിരുന്നു 313 ആളുകൾ. 70 ഒട്ടകവും 1 കുതിരയും. ആയുധങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. പക്ഷെ ശത്രുക്കൾ സർവസജ്ജരായിരുന്നു. പക്ഷെ അള്ളാഹു വിജയം നൽകി മലക്കുകളെ കൊണ്ട്. അപ്പോഴും സന്തോഷവാനായി എല്ലാവരും തിരിച്ചു വരുമ്പോ ഒരാൾക്ക് മാത്രം വിഷമമാണ്. അതാണ് നമ്മുടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകിയെങ്കിലും അള്ളാഹു പരീക്ഷണം നൽകും. കാരണം പടച്ചറപ്പ് നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ പരീക്ഷണങ്ങൾ നൽകുന്നത് എന്നുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.